ഇപ്പോൾ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തിയിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങൾ. യെസ്, കഴക്കൂട്ടം മണ്ഡലം വരണാധികാരിക്ക് മുൻപാകെ വി മുരളീധരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിക്കഴിഞ്ഞു. അവിടെ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ഒപ്പമുണ്ട്. ശാലിനി, പറയൂ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് വി മുരളീധരൻ. ഇന്ത്യയുടെ പ്രമുഖ നേതാക്കൾ, തിരുവനന്തപുരത്തിൻ്റെ ആരാധ്യനായ മേയർ വി രാജേഷ്, രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ എന്നിവർ അദ്ദേഹത്തിന് ഒപ്പമുണ്ട്. BJP എത്രമാത്രം ഗൗരവത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് എന്നതിന് ഉദാഹരണമാണ് പത്രികാ സമർപ്പണ നേരത്തു പോലും പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നു. രാജസ്ഥാൻ മുഖ്യമന്ത്രി തന്നെ ഒപ്പമെത്തുകയാണ്. അതിപ്പോൾ കോഴിക്കോട് നോർത്തിൽ നവ്യാദാസിനൊപ്പമുള്ളത് ഡൽഹി മുഖ്യമന്ത്രിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് എത്രമാത്രം ഗൗരവമായ ഒരു സമീപനം BJPയുടെയും NDAയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് വ്യക്തമാണ്. വളരെ ആവേശത്തിലാണ് പ്രവർത്തകരെന്ന് വിവിധ റോഡ് ഷോകളിൽ നമ്മൾ കണ്ടതാണ്. ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രസ്ഥാനമായി, രാഷ്ട്രീയ പാർട്ടിയായി BJP കുതിക്കുമ്പോൾ അതിന് പിന്തുണയുമായി പരമാവധി അസ്ത്രങ്ങൾ സ്വരൂക്കൂട്ടുകയാണ് BJPയും NDAയും. അതിന് തെളിവാണ് BJPയുടെ മുഖ്യമന്ത്രിമാർ ഈ നാമനിർദ്ദേശ പത്രികാ ചടങ്ങിൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എത്തിച്ചേരുകയാണ്. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഇവിടെയുണ്ട്, ഗുജറാത്ത് മുഖ്യമന്ത്രി തൃശ്ശൂരിലുണ്ട്, ഡൽഹി മുഖ്യമന്ത്രി കോഴിക്കോടുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രിമാർ എത്തുകയാണ് NDAയുടെ സ്ഥാനാർത്ഥികൾക്ക് ഒപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കാൻ. ശാലിനി ഒപ്പം ചേരുകയാണ്. ശാലിനി, വി മുരളീധരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. അതിന്റെ നടപടിക്രമങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തുന്നു. വിവരങ്ങൾ. ശാലിനി, കേൾക്കാമോ? പത്രികാ സമർപ്പണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. പത്രികാ സമർപ്പണം പൂർത്തിയായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ ഇന്ത്യയുടെയും BJPയുടെയും തിരുവനന്തപുരം കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥി അങ്ങനെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ ഭരണാധികാരി റിട്ടേണിംഗ് ഓഫീസർക്കാണ് അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തിയിട്ടുള്ളത്. വലിയ ഒരു തെരഞ്ഞെടുപ്പ് ആണ്. ഒപ്പം തന്നെ ചരിത്രത്തിലെ തന്നെ ഒരു നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടർമാർക്കൊപ്പം എത്തി റോഡ് ഷോയോട് കൂടിയാണ് വി മുരളീധരൻ അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശം പത്രിക ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവിടെ ഉണ്ടായിട്ടുള്ള വികസന മുരടിപ്പ് അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഒരു പീക്കിലേക്ക് എത്തി നിൽക്കുമ്പോൾ, രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കാനിരിക്കുമ്പോഴാണ് നിർണായകമായ ഇന്ന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടന്നിട്ടുള്ളത്. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ അടക്കമുള്ളവർ അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. തിരുവനന്തപുരത്തെ മേയർ, ആരാധ്യനായ മേയർ വി രാജേഷും അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. മുതിർന്ന BJPയുടെ നേതാക്കന്മാർ അടക്കമുള്ളവരുടെയും സാന്നിധ്യത്തിലാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള വി മുരളീധരൻ അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. സമർപ്പണത്തിന് ശേഷം അദ്ദേഹം ഔദ്യോഗികമായി മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സമയം മുമ്പ് ജനം TVക്കൊപ്പം അദ്ദേഹത്തിന്റെ വികസന സ്വപ്നങ്ങൾ, അദ്ദേഹത്തിന്റെ വിജയ പ്രതീക്ഷകൾ പങ്കുവച്ചിരുന്നു. ശുഭാപ്തി വിശ്വാസം അദ്ദേഹത്തിന് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലുണ്ട്, വോട്ടർമാരിലുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് NDA ക്യാമ്പുകൾക്കൊപ്പം തന്നെ വി മുരളീധരനും പങ്കുവയ്ക്കുന്നത്. പ്രധാനമായും വി മുരളീധരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ ചടങ്ങ് പൂർണ്ണതയിലേക്ക് എത്തുന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.